السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله أما بعد. قال رسول الله صلى الله عليه وسلم: ما الميت في القبر إلا كالغريق المتغوث ينتظر دعوة تلحقه من أب أو أم أو أخ أو صديق، فإذا لحقته كان أحب إليه من الدنيا وما فيها، وإن الله تعالى ليدخل على أهل القبور من دعاء أهل الأرض أمثال الجبال، وإن هدية الأحياء إلى الأموات الاستغفار. رواه البيهقي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്: മൽ മയ്യിത്തു ഫിൽ ഖബരി ഇല്ലാ കൽ ഗരീഖിൽ മുതഗവ്വിസി. ഖബറിൽ കിടക്കുന്ന മയ്യിത്ത് അവൻ സഹായം ചോദിക്കുന്ന, വെള്ളത്തിൽ അകപ്പെട്ട് സഹായം ചോദിക്കുന്ന മുങ്ങിയവനെ പോലെയാണ്, വെള്ളത്തിൽ മുങ്ങിയവനെ പോലെയാണ്, ഒരു പിടിവെള്ളിക്ക് വേണ്ടി കെഞ്ചുന്ന മനുഷ്യനെ പോലെയാണ്. യന്തദറു ദഅവതൻ തൽഹഖുഹു മിൻ അബിൻ ഔ ഉമ്മിൻ ഔ അഖിൻ ഔ സദീഖിൻ. കൂട്ടുകാരിൽ നിന്നോ സഹോദരന്മാരിൽ നിന്നോ ഉമ്മയിൽ നിന്നോ ഉപ്പയിൽ നിന്നോ തനിക്കൊരു പ്രാർത്ഥന ലഭിക്കുമെന്നവൻ പ്രതീക്ഷിക്കുന്നു. ഫഇദാ ലഹഖതുഹു കാന അഹബ്ബ ഇലൈഹി മിനദ് ദുനിയ വമാ ഫീഹാ. ആ പ്രാർത്ഥന അവനെത്തിയാൽ ഈ ദുനിയാവും അതിലുള്ള മുഴുവൻ വിഭവങ്ങളും ലഭിക്കുന്നതിനേക്കാൾ അവന് ഏറ്റവും ഇഷ്ടമുള്ളത് അതായിരിക്കും. വഇന്നല്ലാഹ തആല ലയുദ്ഖിലു അലാ അഹ്ലിൽ ഖുബൂരി മിൻ ദുആഇ അഹ്ലിൽ അർളി അംസാലൽ ജിബാലി. ഭൂമി നിവാസികളിൽ നിന്നും മരണപ്പെട്ടവരിലേക്ക് ലഭിക്കുന്ന ആ പ്രാർത്ഥന കൊണ്ട് പർവ്വത സമാനമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ കിടക്കുന്നവർക്ക് എത്തിക്കും. വഇന്ന ഹദിയത്തൽ അഹ്യാഇ ഇലൽ അംവാതി അൽ ഇസ്തിഗ്ഫാർ. ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും മരണപ്പെട്ടവരിലേക്കുള്ള സമ്മാനം ഉറക്കലിനെ തേടലാണ്, ഇസ്തിഗ്ഫാറാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വഫഖനല്ലാഹ്.